ഹലോ ഹായ് നമസ്കാരം. എമ്പുരാൻ ഈ വർഷം 2025 മലയാളികളെ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ്. മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളി അഥവാ അബ്രാം ഖുറേഷിയായിട്ട് വരുന്ന, അത് അബ്രാമും ഖുറേഷിയും രണ്ട് പേരാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ എയറിലുണ്ട്. പിന്നെ ആരൊക്കെയാണ് ഇതിൽ സർപ്രൈസ് ആയിട്ട് വരുന്ന കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അവർ ഓൾറെഡി ഈ കഥാപാത്രങ്ങളുടെ ആരൊക്കെയാണ്, ഏതൊക്കെ കഥാപാത്രങ്ങളാണ് എന്നൊക്കെയുള്ളതിൻ്റെ ഒരു ടീസർ സീരീസ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതൊരു നല്ല പ്രൊമോഷൻ സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നി. എന്തായാലും അങ്ങനെ നമ്മൾ കാത്തിരിക്കുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ടീസർ റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീകോഡിങ് എന്തായാലും ഉണ്ടാവും എന്നുള്ളത്. അതിനെ തുടർന്ന് ഇപ്പോൾ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും അതിൻ്റെ താഴെ കമൻറ്റ് വരാറുണ്ട് എമ്പുരാൻ്റെ ടീസർ ഡീകോഡിങ് എവിടെയെന്ന് ചോദിച്ചിട്ട്. ഇന്ദിര കെ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് പല തരത്തിൽ, അതായത് ആദ്യം വരുമോ എപ്പോൾ വരും എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു പിണക്കത്തിൻ്റെ ലൈനിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ടീസർ ഡീകോഡിങ്ങിന് വേണ്ടിയിട്ടിരുന്നപ്പോൾ ഇതിനൊരു നെഗറ്റീവ് സെൻസിൽ എടുക്കരുത്, പോസിറ്റീവായിട്ട് ആലോചിക്കണം. അതായത് ലൂസിഫർ എന്ന് പറയുന്ന സിനിമ, അതിനെ ഞാൻ കാണുന്നത് ഭാഷ എന്ന് പറയുന്ന രജനീകാന്ത് നായകനായിട്ടുള്ള ഒരു തമിഴ് പടമുണ്ട്. ഭാഷ മാത്രമല്ല ആ പാറ്റേണിൽ വരുന്ന ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ ആ ഭാഷ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഇൻട്രോയിൽ വരെയുള്ള അത്രയും ഭാഗമാണ് എന്നെ സംബന്ധിച്ച് ലൂസിഫർ എന്ന് പറയുന്ന സിനിമ. അതായത് പുറമേ നോക്കുമ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യൻ, ആ സിനിമയിൽ ഓട്ടോറിക്ഷക്കാരനാണെങ്കിൽ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. പുള്ളി ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ ഇങ്ങോട്ട് മെക്കിട്ട് കയറാൻ വന്നാലും സാരമില്ല പോട്ടെ എന്ന് വെക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുകയും ചെയ്യും. പക്ഷേ ഉള്ളിനുള്ളിൽ അയാളൊരു സിംഹമാണ്. എനിക്ക് ഇന്നൊരു പേരിருக்கு എന്ന് പറയുന്നത് പോലത്തെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇയാൾ എന്താണെന്നുള്ളതിൻ്റെ ചെറിയ ചെറിയ ഗ്ലിംസ് പോകുന്നതല്ലാതെ ഇയാളുടെ റേഞ്ച് എന്താണെന്നുള്ളത് കാണിക്കുന്നില്ല. അങ്ങനെ അവസാനം വരെ പോയിട്ട് ഇയാളൊരു ഹെവി മച്ചാനാണ്, നിങ്ങൾ ഇതിൻ്റെ സ്റ്റോറി കേട്ടാൽ ഞെട്ടും എന്ന് പറയുന്ന പോലെയാണ് ടീസ് ചെയ്തിട്ടാണ് ലൂസിഫർ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. സെക്കൻഡ് ഹാഫിലാണ് ഈ ഭാഷ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു, എന്തായിരുന്നു അയാളുടെ റേഞ്ച്, അയാൾ എന്തൊക്കെ ചെയ്തിട്ട്, അയാളുടെ ബിഗിനിങ് എവിടെ നിന്നായിരുന്നു, അയാൾ എവിടം വരെ വളർന്നെത്തി, ആൻഡ് അതിനൊക്കെ ശേഷം അയാൾ എന്തുകൊണ്ട് ഇപ്പോൾ കാണുന്ന ഒരു ട്രാക്കിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റ് ഉണ്ടല്ലോ. അതായിരിക്കും മിക്കവാറും എമ്പുരാനിലും സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിൽ ഏതോ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച ഒരു പയ്യൻ, അച്ഛനാരാണ് അമ്മ ആരാണ് എന്നൊന്നും അറിയാതെ അനാഥാലയത്തിൽ എത്തിപ്പെട്ട ഒരു പയ്യൻ, അവൻ അവിടുന്ന് ഈ ലോകത്തെ ഏറ്റവും ശക്തി ആർജിച്ചിട്ടുള്ള ഒരു മെർസനറി ഗ്രൂപ്പും ഒക്കെ ആയിട്ട് വളർന്ന് പടർന്ന് പന്തലിക്കുന്ന ഒരു വലിയ യാത്രയുണ്ട്. ആ യാത്രയായിരിക്കും എമ്പുരാൻ സിനിമയിൽ കാണിക്കുക. നമ്മൾ നോക്കുമ്പോൾ ഭാഷയുടെ സെക്കൻഡ് ഹാഫ് പോലെ. പിന്നെ അതിൽ ആ വളർച്ചയിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്, സർപ്രൈസിങ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന മുഖങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് തേർഡ് പാർട്ട് വരുമോ എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതിനോട് പാരലായിട്ട് തന്നെ ഒരു വില്ലൻ വളർന്നു വരുന്നുണ്ട്. ആ വില്ലനും ലാലേട്ടൻ്റെ ക്യാരക്ടറും തമ്മിലുള്ള ഒരു വലിയ ഫൈറ്റും കാര്യങ്ങളൊന്നും നമ്മൾ ഈ സിനിമയിൽ കാണാൻ സാധ്യതയില്ല. പക്ഷേ അബ്രാം ഖുറേഷിയെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആ ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇപ്പുറത്തെ സൈഡിലുണ്ടാവും. ആ ആളെ കാണിച്ച് ടീസ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും തേർഡ് പാർട്ടിലേക്ക് പോകുന്നുണ്ടാവുക. അവർ തമ്മിലുള്ളൊരു ഫൈറ്റും കാര്യങ്ങളായിരിക്കും പിന്നെ നമ്മളെ തേർഡ് പാർട്ടിൽ കാത്തിരിക്കുന്നുണ്ടാവുക. തേർഡ് പാർട്ട് വളരെ വലിയൊരു സിനിമയാവാനുള്ള സാധ്യതകൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു ടീസർ കട്ട് കാണുമ്പോൾ. പിന്നെ ഇവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോഴും, പിന്നെ നമ്മുടെ തിയറി ഓഫ് ക്ലീഷേഴ്സ് ഒക്കെ വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ ഭാഷ സിനിമ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ ഈ സിനിമ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യനിൽ നിന്ന് അബ്രാം ഖുറേഷിയിലേക്കുള്ള വളർച്ചയും, ആൻഡ് അയാൾ ഇനിയും തിരിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ആ സിനിമയിൽ കാണാം. ഒരു പോസ്റ്റ് KGF അല്ലെങ്കിൽ അത്തരം സിനിമകളുണ്ടല്ലോ, നമ്മൾ പാൻ ഇന്ത്യനായിട്ട് ആഘോഷിച്ചിട്ടുള്ള സിനിമകൾ, ആ സിനിമകളിലൊക്കെ കാണുന്ന ഒരു കളർ ടോണും അതുപോലെ തന്നെ മ്യൂസിക്കിൻ്റെ ഒരു ചായവും ഒക്കെ നമുക്ക് ഈ ടീസർ കാണുമ്പോൾ ഫീൽ ചെയ്യും. ടീസറിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം കാണുന്നത് ഇറാഖിലുള്ള ഒരു ടൗണാണ്. അത് ശരിക്കും ഒരു യുദ്ധത്തിൻ്റെ അവസാനം ആർക്കും ജീവിക്കാൻ പറ്റാത്ത, ഒരു മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോയിട്ടുള്ളൊരു പട്ടണമാണ്. ഗോസ്റ്റ് ടൗൺ എന്നൊക്കെ അവർ എഴുതി കാണിക്കുന്നില്ലേ. അത്തരമൊരു വാർ സൈറ്റൊക്കെ റീകൺസ്ട്രക്ഷൻ നടത്തിയിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഡാർക്ക് വെബിൽ നിന്ന് അറിയാൻ സാധിച്ചു എന്ന് ഇന്ദ്രജിത്തിൻ്റെ ക്യാരക്ടർ ഗോവർദ്ധൻ പുള്ളി ഒരു ലൈവ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എനിക്കതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ PK രാംദാസ് എന്ന വൻമരം വീണു, അപ്പോൾ അതിനുശേഷം ആ ഒരു സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞേൽപ്പിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് മഞ്ജു വാര്യറിൻ്റെ ക്യാരക്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വരുന്ന ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്നൊരു ലൈവ് പോകുന്നുണ്ടല്ലോ, ആ സമയം മുഴുവൻ PK രാംദാസിനെ കുറിച്ച് ഗോവർദ്ധൻ പറയുന്നത് വളരെ നെഗറ്റീവായിട്ടാണ്. ചത്തുപോയ കിഴവൻ, ഇന്ത്യൻ രാഷ്ട്രീയത്തെ താങ്ങി നിർത്തുന്ന സാമ്പത്തിക അധോലോകത്തിൻ്റെ കയ്യിലെ കളിപ്പാവ മാത്രമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ കേരള ഖജനാവിലുള്ളതിനേക്കാൾ കൂടുതൽ IUF എന്ന് പറയുന്ന പാർട്ടിയുടെ ഖജനാവിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്നുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള കുറേ വലിയ ശക്തമായ ആരോപണങ്ങളൊക്കെ PK രാംദാസിനെതിരെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ വില്ലൻ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നത് ഇറ്റ്സ് ഫൈൻ, നമുക്കത് മനസ്സിലാക്കാം. സ്റ്റീഫൻ നെടുമ്പള്ളിയെ കുറിച്ച് പറയുന്നതും അയക്ക് വേണമെങ്കിൽ ക്ഷമിക്കാം. കാര്യം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന അബ്രാം ഖുറേഷിക്ക് ഗോവർദ്ധൻ ഇരുന്ന് വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ PK രാംദാസിനോട് അയാൾക്ക് ഒരു വലിയ അടുപ്പമുള്ളപ്പോൾ, അയാളെ ഇത്രയും മോശക്കാരനായി ചിത്രീകരിക്കുന്ന ഒരാളെ
സംരക്ഷിക്കേണ്ട ഒരു ആവശ്യം എന്താണ്? അപ്പോൾ ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക്, അല്ലെങ്കിൽ നമ്മളിതിൽ കാണാൻ പോകുന്ന അബ്രാം ഖുറേഷിക്ക് PK രാംദാസിനോടല്ല യഥാർത്ഥത്തിൽ ഒരു അടുപ്പമുള്ളത്. PK രാംദാസ് പറഞ്ഞു എന്നുള്ള ഒറ്റക്കാരണം കൊണ്ട് മാത്രമല്ല അയാൾ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നതും മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കൈൻഡ് ഓഫ് റോള് സ്വീകരിക്കുന്നു. എനിവേ, നമുക്ക് ടീസറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവിടെ ഇറാഖിലെ ഒരു വാറിന് ശേഷമുള്ള ആർക്കും ജീവിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലുള്ള ഒരു ടൗൺ, അവിടുത്തെ കുറേ റീകൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളും എന്നുള്ള ഭാവേന വ്യാജേന വേറെയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അണ്ടർവേൾഡ് പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയാണെന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് ആ ഒരു ഷോട്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ടൊവിനോ തോമസ് ഇങ്ങനെ ജതിൻ രാംദാസ്, നമ്മുടെ PK രാംദാസിൻ്റെ ഫോട്ടോ നോക്കി നിൽക്കുന്നതാണ്. അയാൾ എന്തായാലും കേരള രാഷ്ട്രീയത്തിലെ വളരെ വലിയ മുഖങ്ങളിൽ ഒന്നായി വളരാനുള്ള സാധ്യതയുണ്ട്. ഈ സിനിമ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ടീസറിൽ ഇവർ കാണിച്ചിട്ടുള്ള ഷോട്ടുകൾ എന്ന് പറയുന്നത് ലൂസിഫറും കഴിഞ്ഞ് പിന്നെയും കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു സാരി ഉടുത്ത സ്ത്രീ സ്റ്റേജിൽ നിൽപ്പുണ്ട്. സദസ്സിൽ ഒരുപാട് പെൺകുട്ടികൾ ഇരിപ്പുണ്ട്. അവിടേക്ക് ലൈറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്തോ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കത് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ സാനി അയ്യപ്പൻ്റെ കഥാപാത്രമായിരിക്കാം. കാരണം അവർ ഈ ഡ്രഗ് അബ്യൂസിൻ്റെയും അതുപോലെ അബ്യൂസ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി എന്നുള്ള ഒരു ലെവലിൽ നിന്ന് സ്വന്തം ജീവിതത്തെ തിരിച്ചു പിടിക്കുന്ന ഒരാളായിട്ട് ഒരു അതിജീവിതയായി വളർന്നു വരികയും തൻ്റെ അനുഭവം ലോകത്തോട് പറയുകയും ഇനി ഒരു പെൺകുട്ടി അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഒരു പെൺകുട്ടി മാറരുത് എന്ന ചിന്തയൊക്കെ ആയിട്ട് തൻ്റെ ജീവിതം ലോകത്തോട് വിളിച്ചു പറയുന്ന ആ ഒരു ലെവലിലേക്ക് മാറുന്നുണ്ടാവാം. ഒരു ടെഡ് ടോക്ക് ഒക്കെ പോലെ, അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു ടോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുന്നത് പോലെയാണ്. ചിലപ്പോൾ അത് മഞ്ജു വാര്യരുടെ ക്യാരക്ടർ ആയിരിക്കാം എന്നും തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ അത് സാനി അയ്യപ്പനായിരിക്കും എന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ PK രാംദാസിൻ്റെ ഒരു പ്രതിമ കാണുന്നുണ്ട്. അതിൽ ഒരുപാട് കാക്കക്കാഷ്ടമൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു പഴക്കമൊക്കെ പരിഗണിക്കുമ്പോൾ അത് ഒരുപാട് വർഷമായിട്ട് അവിടെ ഇരിക്കുകയാണ്. അതായത് PK രാംദാസ് മരിച്ചു, മകൻ അധികാരത്തിലേക്ക് വരുന്നുണ്ടാവും, ഒരുപക്ഷെ അയാളുടെ കയ്യിൽ നിന്ന് അധികാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. കാരണം ലൂസിഫറിൽ തന്നെ പറയുന്നുണ്ട് പല ശക്തികളും കടന്നു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്, അതായത് മറ്റ് പാർട്ടികളൊക്കെ. അപ്പോൾ അത്തരം പാർട്ടികളുടെ കടന്നുവരവുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ ജതിൻ രാംദാസിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നേക്കാം. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിലറിൽ ഒരുപാട് മുദ്രാവാക്യം വിളിക്കുന്ന IUF പ്രവർത്തകരുടെ ഇടയിലൂടെ മഞ്ജു വാര്യരുടെ ക്യാരക്ടർ നടന്നു വരുന്നത് കാണുന്നുണ്ട്. കുറേ ആൾക്കാർ, മീഡിയ പ്രവർത്തകരൊക്കെ ക്യാമറ നിൽപ്പുണ്ട്, പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ പ്രശ്നം അവിടെ സംഭവിക്കുന്നുണ്ട്. ജതിൻ രാംദാസിൻ്റെ ക്യാരക്ടർ കൊല്ലപ്പെടുന്നുണ്ടാവുമോ എനിക്കറിയില്ല. ഒരിക്കലും അബ്രാം ഖുറേഷി അങ്ങനെ ഒരു സിറ്റുവേഷൻ അനുവദിച്ച് കൊടുക്കില്ല. ഇവർക്കൊക്കെ ഒരു സൈലൻറ്റ് പ്രൊട്ടക്ഷനായിട്ട് അയാളവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ മഞ്ജു വാര്യരുടെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാവും. പിന്നെ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി ഉപയോഗിച്ചിട്ടുള്ള ആ കറുത്ത കാറുണ്ടല്ലോ, ആ കാർ ഒരു ഗ്യാരേജിനകത്ത് ഒരു ഷീറ്റ് ഇട്ട് മൂടിയ അവസ്ഥയിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് പഴക്കം ചെന്നതുപോലെയല്ലേ. പക്ഷേ ഇതേ കാറിൻ്റെ അകത്തുനിന്ന് പുറത്തേക്കുള്ളൊരു ഷോട്ടിൽ ഇതിൻ്റെ ഈ മുകളിലിട്ടിരിക്കുന്ന കവർ മാറുന്നതും നമ്മൾ കാണുന്നുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളി ഒരു തിരിച്ചുവരവ് നടത്തുന്നുണ്ടാവണം. ആ തിരിച്ചുവരവിൽ ഇതേ കാറും അയാളുടെ വസ്ത്രവും അയാളുടെ ആ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയും അയാൾക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റുള്ളൂ. അത് ഏത് സാഹചര്യത്തിലായിരിക്കും? ഇവിടുത്തെ പരിപാടികളൊക്കെ ഇനിയിപ്പോൾ ഗോവർദ്ധനെ ഒരു സത്യാന്വേഷി എന്നുള്ള രീതിയിൽ സ്ഥാപിക്കുന്നു. അയാൾ കാര്യങ്ങളൊക്കെ കണ്ടെത്തട്ടെ. നാട് ഭരിക്കാനുള്ള ഉത്തരവാദിത്തം സ്വന്തം അനിയനെയും അതുപോലെ മറ്റ് ആൾക്കാരെയൊക്കെ ഏൽപ്പിച്ചിട്ട് ഇയാൾ പോയതാണ്. പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ അത് അത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കില്ലേ. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ വിദേശത്തുള്ള പോസ്റ്റ് വാർ സോണിൽ, അതല്ലെങ്കിൽ വേറെ പലയിടങ്ങളിലായിട്ടുള്ള ഈ ഹെലികോപ്റ്ററും അതുപോലെ തന്നെ പട്ടാളക്കാർ വരുന്നതും പിന്നെ ഇന്റർപോൾ ഒരു ഷോട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഇയാൾ എവിടെ വരെ വളർന്നെത്തി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ സിനിമയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. അതും ത്രൂ ഔട്ട് ആ ഫൈറ്റ് സീക്വൻസുകൾ മുഴുവൻ നമ്മളെ കാണിക്കുമോ എന്നും എനിക്ക് സംശയമുണ്ട്. എനിവേ, മഞ്ജു വാര്യർ ഒരു കത്തുന്ന മരത്തിനെ നോക്കി നിൽക്കുന്ന ഒരു ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതേ കത്തുന്ന മരം, സെയിം മരം തന്നെയാണ്. കാര്യം ആ കത്തലിൻ്റെ ആംഗിളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതേ മരത്തിൻ്റെ ചോട്ടിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലാലേട്ടൻ്റെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന, ഞാൻ ഈ പേര് പറയുമ്പോഴേ ആ ഐഡൻറ്റിറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സ്റ്റീഫൻ നെടുമ്പള്ളിയും അതുപോലെ തന്നെ സയ്യിദ് മസൂദിൻ്റെ ആ ടീമും ഒക്കെ ചേരുന്ന പോലെയാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ കത്തുന്ന മരത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിരിക്കാം മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് സ്റ്റീഫൻ നെടുമ്പള്ളിയെ തിരിച്ചു വിളിച്ചേ പറ്റൂ എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, IUF പ്രവർത്തകരുടെ ഇടയിൽ കൂടി മഞ്ജു വാര്യരുടെ ക്യാരക്ടർ കയറി പോകുന്ന ജതിൻ രാംദാസ് ഒരുപക്ഷെ ഒരു വില്ലനിക് ലെവലിലേക്ക് മാറുകയോ അല്ലെങ്കിൽ അയാൾ കൊല്ലപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ട് സ്റ്റീഫൻ വന്നേ പറ്റൂ എന്നൊരു സാഹചര്യത്തിൽ ആ സ്റ്റീഫൻ എന്ന് പറയുന്ന ഐഡന്റിറ്റിയുമായിട്ട് അയാൾ തിരിച്ചു വരുന്നുണ്ടാവും. ആ നടുക്ക് കത്തി അമർന്നുകൊണ്ടിരിക്കുന്നത് ഒരു ആലങ്കാരികമായിട്ട്, അതായത് അവർക്കിടയിലുള്ള ഒരു തടസ്സം അവിടെ കത്തി അമർന്നില്ലാതെ ആവുകയാണ്, അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ആ ബന്ധമോ ചിലപ്പോൾ വിസിബിൾ ആവുന്നതായിരിക്കാം. അത് പറയാനൊരു കാരണമുണ്ട്. ഈ ടീസറിൽ നമ്മളൊരു ഷോട്ട് കാണുന്നുണ്ട്. കുറച്ച് ദൂരെയായിട്ട് ഒരു ബിൽഡിങ്ങിന് തീ പിടിച്ചിരിക്കുകയാണ്. ആ തീ പിടിച്ചിരിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വെള്ളമുണ്ട്. അത്യാവശ്യം ഒരു മുട്ടിന് താഴെ നിൽക്കുന്ന, ഇപ്പോൾ ഒരു കൊച്ചു പയ്യനാണ് അവിടെ നിൽക്കുന്നത്. ആ പയ്യൻ്റെ കയ്യിൽ ഒരു
പെൺകുട്ടിയാണുള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതൊരു പക്ഷേ തേർഡ് പാർട്ടിലേക്ക് ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ അബ്രാം ഖുറേഷിക്ക് ഒരു വില്ലനായി വളർന്നു വരാൻ സാധ്യതയുള്ള ക്യാരക്ടർ ആയിരിക്കാം. അതല്ലെങ്കിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രമായിരിക്കാം. അതും അല്ലെങ്കിൽ അത് ലാലേട്ടൻ തന്നെ ആയിരിക്കും. സാധ്യത വളരെ കുറവുള്ളൊരു ഓപ്ഷനാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മഞ്ജു വാര്യരുടെ ക്യാരക്ടർ ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ ശരിക്കുള്ള അനിയത്തിയായിരിക്കും. ആ സത്യമായിരിക്കും അവരുടെ ഇടയിൽ ആ കരിഞ്ഞ് എരിഞ്ഞ് ഇല്ലാതാവുന്നത്. പിന്നെ ഒരാൾ മരിച്ച് ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്ന ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പുറത്ത് കുറച്ച് ചാക്കുകളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു ഗോഡൗൺ ആയിരിക്കാം. പക്ഷേ അവിടെ ഒരു ഷൂട്ട് ഔട്ട് കാണുന്നുണ്ട്. ഒരുപാട് വെടിയുണ്ടകൾ അകത്തേക്ക് പാഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഓട്ടകളുണ്ട്. ആ ഓട്ടകളിലൂടെ ലൈറ്റ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ടത് ആ ലൈറ്റ് അത്രയും പവർഫുള്ളായിട്ട് വരികയാണ്. അതായത് ഒരു സൂര്യോദയത്തിൻ്റെ അല്ലെങ്കിൽ സൂര്യാസ്തമയം ഇപ്പോൾ നട്ടുച്ച സമയത്ത് നോക്കിയാൽ പോലും വരുന്നതിനേക്കാൾ കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ ഈ ലൈറ്റ് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് അങ്ങനെ അത്രയും ശക്തമായിട്ടുള്ള ലൈറ്റ് സോഴ്സ് ഉണ്ടാവണം. അതെന്തായിരിക്കും ആ ലൈറ്റ് സോഴ്സ്? അതാണ് തൊട്ടടുത്ത ഷോട്ട്. ഒരുപാട് ജീപ്പുകൾ ഇങ്ങനെ ഒരു വട്ടത്തിൽ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എല്ലാത്തിൻ്റെയും ഹെഡ്ലൈറ്റ് ഓൺ ആണ്. അതിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു JCB വിത്ത് ലൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലൈറ്റ് പോകുന്നത് ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ കോട്ട പോലെ നിൽക്കുന്ന ഒരു സ്ഥലം, അങ്ങോട്ടേക്കാണ് ഈ ലൈറ്റ് മുഴുവൻ അടിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ കാണേണ്ട ഷോട്ട് എന്ന് പറയുന്നത് ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന വാതിലാണ്, ഒരു കവാടമാണ്. അത് പൊളിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ ചുറ്റും തീ കത്തുന്നുണ്ട്. ബാക്ക് സൈഡിൽ ഒരുപാട് ജീപ്പുകളുടെ ഹെഡ്ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരാൾ തോളത്തൊരു തോക്കൊക്കെ തൂക്കി നിന്ന് അങ്ങനെ നിൽക്കുകയാണ്. അതൊരു പക്ഷേ ലാലേട്ടൻ്റെ ക്യാരക്ടർ ആയിരിക്കാം. എനിക്ക് അത് തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ആൻഡ് ഈ തോളത്തുള്ള തോക്കെന്ന് പറയുന്നത് മറ്റേ മിഷ്യൻ ഗണ്ണ് പോലത്തെ സാധനമൊന്നുമല്ല. എനിക്കൊന്ന് ഡബിൾ ബാരൽ ഗണ്ണൊക്കെ ആയിരിക്കാം. അതൊരു പക്ഷേ ഒരു നോർത്ത് ഇന്ത്യൻ ഗ്രാമമൊക്കെ ആയിരിക്കാം. കാര്യം ആ ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിവേ, ഒരു കൂട്ടം ആളുകൾ ഈ JCB എന്ന് പറയുന്നത് അതിലത്തെ ഒരു ലീഡ് ആൾ ഓടിക്കുന്നതും ബാക്കിയുള്ള അങ്ങനത്തെ ഒരു പരിപാടിയായിരിക്കും തോന്നുന്നു. ആ കരുത്തിനെ സൂചിപ്പിക്കാൻ കൂടി ആയിരിക്കാം ആ പറയുന്ന വാഹനങ്ങൾ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്തായാലും ആ വണ്ടികളൊക്കെ നിന്നിട്ട് അവരൊരു ഡോറ് പൊളിക്കുന്നുണ്ട്. ഡോറ് പൊളിച്ച് അകത്തേക്ക് കയറുന്നുണ്ട്. ഈ പറഞ്ഞ വണ്ടികളിൽ നിന്നൊക്കെ അവർ വെടിവെച്ചിട്ടുണ്ടാവാം. ആ വെടിയുണ്ട പാസ് ചെയ്ത് പോയതായിരിക്കാം നേരത്തെ നമ്മൾ പറഞ്ഞ ഗോഡൗണിൻ്റെ അകത്ത് ലൈറ്റ് വളരെ ഫോഴ്സ്ഫുള്ളി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അറ്റാക്ക് അബ്രാം ഖുറേഷിയുടെ ക്യാരക്ടർ ഈവൻ ഒരു കൂട്ടം ആളുകൾക്ക് നേരെ അങ്ങനെ നടത്തേണ്ട കാര്യമുണ്ടോ? ഇനിയൊരു പക്ഷേ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റോറി നമ്മൾ എന്തായാലും കാണണം. അയാൾ എങ്ങനെയാണ് ഈ പറയുന്ന ലാലേട്ടൻ്റെ ക്യാരക്ടറിന് അടുത്ത് എത്തുന്നത്, അയാൾക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ ക്യാരക്ടറിൻ്റെ ഉള്ളിൽ ഒരു വലിയ പെയിൻ ഉണ്ടാവുമല്ലോ. ആ പെയിനെ സ്നേഹമാക്കി മാറ്റാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും അയാൾ ലാലേട്ടൻ്റെ ക്യാരക്ടറിനൊപ്പം നിൽക്കുന്നുണ്ടാവുക. കാരണം ഭായിജാൻ എന്നാണ് വിളിക്കുന്നത്, ബോസ് എന്നല്ല വിളിക്കുന്നത്. രണ്ട് വിളികളും തമ്മിൽ ആനയും ആടും പോലെ വ്യത്യാസമുണ്ട്. ഒരു മുതലാളിയുടെ അടുത്ത് നിൽക്കുന്ന പോലെയല്ല എൻ്റെ ചേട്ടനാണ് എന്ന് വിശ്വസിച്ച ഒരാൾക്കൊപ്പം നിൽക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ സഹോദരനാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം അയാളിൽ ഉണ്ടാവണമെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ സ്റ്റീഫൻ നെടുമ്പള്ളി ഇയാളുടെ അടുത്ത് എത്തണം, ഒരു സഹായമാവണം. അതിനോട് ചേർത്ത് വായിക്കാവുന്ന തൊട്ടടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഈ ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ കൈയാണ്. അത് കണ്ട് നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നേ ഉള്ളൂ, ആ ബട്ടൺസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഒരു കുട്ടിയുടെ കൈ ആ കൈയിലേക്ക് കയറി പിടിക്കുന്നുണ്ട്. പക്ഷേ അത് പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവർ തമ്മിൽ അത്രയും വലിയൊരു ഏജ് ഗ്യാപ്പ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതിനൊരു പക്ഷേ കേരളത്തിൽ വെച്ചിട്ടായിരിക്കാം കേട്ടോ. കേരളത്തിൽ തന്നെ തുടരാമെന്ന് സ്റ്റീഫൻ നെടുമ്പള്ളിയായി ജീവിക്കാമെന്ന് പറയുന്നൊരു തീരുമാനത്തിലേക്ക് മോഹൻലാലിനെ കൊണ്ടെത്തിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഈ സിനിമയിൽ കാണേണ്ടതാണ്. ഒരു തീ പിടിച്ച് ഓടുന്ന കുതിരയൊക്കെ കണ്ടിട്ടില്ലേ? അത് ഈ പറയുന്ന കോട്ട പോലത്തെ ഒരു വീടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രദേശമായിരിക്കാം. അത് എന്തായാലും ആ കോട്ടയ്ക്കകത്താണ് ഈ തീ പിടിച്ചോടുന്ന കുതിരയൊക്കെ ഉള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു പയ്യൻ കയ്യിലൊരു കുട്ടിയുമായിട്ട് വെള്ളത്തിൽ ആ കത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കി നിൽക്കുന്നത്, അതൊരു പക്ഷേ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറായിരിക്കാം, അവിടെ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കാം. ഒത്തിരി സാധ്യതകളാണ്. ഇതായിരിക്കും എന്നല്ല പറയുന്നത്, കുറച്ച് സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ടീസർ റിലീസായതിനു ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നത് ഈ പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ സൈറ്റ്, അതായത് നോർത്ത് ഇറാഖിലുള്ള ആ സ്ഥലം, ആ പ്രദേശത്തിനെ വെച്ചിട്ടാണ് കുറേ ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു അതെന്ന് പറയുന്നത് സിനിമയിലെ മോഹൻലാൽ ഏത് അളവ് വരെ വളർന്നിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീക്വൻസ് ആയിരിക്കാം. അതിനേക്കാൾ കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ടത് ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ ഒരു ചായയുള്ള ആ നഗരം, അല്ലെങ്കിൽ ഒരു ഗ്രാമം, അതോ അല്ലെങ്കിൽ ഒരു കോട്ട പോലത്തെ ഒരു സ്ഥലം, അവിടേക്ക് വരുന്ന അറ്റാക്കും അവിടെ നിന്ന് സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളതുമാണ്. കാരണം ഒന്നെങ്കിൽ അവിടെ നിന്നായിരിക്കും സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറിനെ കുട്ടിക്കാലത്ത് തന്നെ കിട്ടുന്നത്. അതല്ലെങ്കിൽ അത് നോർത്ത് ഇന്ത്യ ആയിരിക്കില്ല, കേരളത്തിലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ സ്റ്റീഫൻ നെടുമ്പള്ളിയും പ്രിയദർശിനിയും ആയിരിക്കും അത്. അവളുടെ ഓർമ്മയുടെ താളങ്ങളിൽ എവിടെയോ അവൾക്ക് മിസ്സായിപ്പോയ, അല്ലെങ്കിൽ അവൾ വളരെ ചെറിയ പ്രായത്തിൽ രാംദാസ് എടുത്ത് വളർത്തുകയും പിന്നീട് അനിയത്തെ കാണാൻ വേണ്ടി വരുന്ന സാഹചര്യത്തിൽ അയാളെ അനാഥാലയത്തിലേക്കും വീട്ടിലേക്കും കൊണ്ടുവരുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത കൂടിയുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, PK രാംദാസിനെ കിഴവനെന്നൊക്കെ അഭിസംബോധന ചെയ്ത് അയാൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും ഗോവർദ്ധനെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല അംഗീകരിച്ച് കൂടെ നിർത്തുകയാണ്, സംരക്ഷിച്ച് നിർത്തുകയാണ് അയാൾ ചെയ്യുന്നത്. കാരണം അയാളുടെ കയ്യിലാണ്
പ്രിയദർശിനിയെ സേവ് ചെയ്യാൻ പാകത്തിന് ബോബിക്കെതിരെയുള്ള തെളിവുകളുള്ളത്. ഉറപ്പായും ഇങ്ങനെ സത്യങ്ങൾ ചുരണ്ടിയെടുക്കുന്ന ആളുകളെ നമുക്ക് ആവശ്യമാണ്. കുറച്ചും കൂടി നേരത്തെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് അല്ലെങ്കിൽ അബ്രഹാം ഖുറേഷിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും നമ്മൾ ആ പറഞ്ഞ തീ പിടിക്കുന്ന കോട്ട അല്ലെങ്കിൽ പൊളിഞ്ഞു കിടക്കുന്ന കോട്ട, അവിടെ പുറത്ത് നിൽക്കുന്ന ആ പയ്യൻ ചിലപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊന്നും ആയിരിക്കില്ല കേട്ടോ. സ്റ്റീഫൻ നെടുമ്പള്ളി അയാളുടെ ഈ കരിയറിൻ്റെ, അതായത് ഒരു വലിയ സംഭവമായി മാറുന്ന കരിയറിൻ്റെ തുടക്കത്തിൽ എവിടെയെങ്കിലും ചെയ്തിട്ടുള്ള ഒരു കാര്യം, അവിടെ നിന്ന് അയാൾ പോലും അറിയാതെ രക്ഷപ്പെടുന്ന ഒരാൾ ഒരു ശത്രുവായി വളർന്ന് പടർന്ന് പന്തലിക്കുന്ന കാഴ്ചയിലേക്കായിരിക്കാം ആ സിനിമ ചിലപ്പോൾ നമ്മളെ, ഈ കാഴ്ചകൾ നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത്. കാരണം ഈ സിനിമയ്ക്ക് ഒരു തേർഡ് പാർട്ട് ഉണ്ട് എന്നവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് എതിരെ നിർത്താൻ പറ്റുന്ന നല്ല ഒത്ത ഒരു വില്ലനെ ആവശ്യമാണ്. ആ വില്ലനെ വളർത്താനോ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ പറ്റിയ ഏറ്റവും നല്ല സിനിമ ഇത് തന്നെയാണ്. അല്ലാതെ ആ സിനിമ തുടങ്ങുമ്പോൾ അവിടെ ഒരു പുതിയ വില്ലനെ കാണിക്കുക എന്നുള്ളതല്ല. ഈ സിനിമയിൽ അത് ടീസ് ചെയ്ത് തന്നെ അവർക്ക് നിർത്താൻ പറ്റുള്ളൂ. അങ്ങനെ ടീസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആരംഭം ഈ സിനിമയെ തന്നെ കാണണം. പിന്നെ ഈ സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ പോകുന്നത് മിക്കവാറും സ്റ്റീഫൻ നെടുമ്പള്ളി അയാളുടെ ഇവിടുത്തെ ഈ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയെ മാറ്റി അബ്രഹാം ഖുറേഷി പരിപാടിയൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആ മാറ്റങ്ങളിൽ എവിടെയോ വെച്ച് പ്രിയദർശിനിക്ക് മനസ്സിലാവുന്നു സ്റ്റീഫൻ തിരിച്ചു വന്നേ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഒരു തിരിച്ചു വിളി ഉണ്ടാവുമ്പോൾ അതിന് മുമ്പ് സ്റ്റീഫൻ എന്തായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഗോവർദ്ധനിലൂടെ പ്രിയദർശിനി അറിയുന്നുണ്ടാവും. ആ രീതിയിലായിരിക്കാം ഒരുപക്ഷെ ഈ വിദേശത്ത് നമ്മൾ കാണുന്ന യുദ്ധമൊക്കെ അവതരിപ്പിക്കുന്നുണ്ടാവുക. പിന്നെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ പാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് അതാണ് നമ്മളെ ശരിക്കും ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രചോദിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം. എങ്ങനെയാണ് ഇയാൾ അബ്രഹാം ഖുറേഷിയായിട്ട് വളർന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് സിനിമയുടെ ഒരു സെഗ്മെൻ്റായിട്ട് ഏതെങ്കിലും ഒരു പോർഷനിൽ കാണിച്ചു തീർക്കുകയാണെങ്കിൽ അതുമാത്രം നമുക്ക് ഗംഭീരമായി തോന്നുകയും ബാക്കി ഈ കേരള രാഷ്ട്രീയം പരിപാടിയൊക്കെ വരുമ്പോൾ അത് കമ്പയർഡ് ടു ഈ പറയുന്ന ആക്ഷൻ സീക്വൻസ് അത് കുറച്ച് സ്ലോ പേസ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇപ്പോൾ അബ്രഹാം ഖുറേഷിയുടെ വളർച്ചയും അയാൾ പുറം നാടുകളിൽ നടത്തിയിട്ടുള്ള പരിപാടികളും ഫസ്റ്റ് ഹാഫിൽ കാണിച്ചിട്ട് കുറച്ചും കൂടി, അതായത് കമ്പാരിറ്റീവ്ലി അഴിച്ചിലുള്ള കേരള രാഷ്ട്രീയ പരിപാടികളൊക്കെ കാണിച്ച് സെക്കൻഡ് ഹാഫ് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് തോന്നും പടം കുറച്ച് ലാഗായി പോയല്ലോ, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് കൊള്ളാം ബാക്കി അങ്ങോട്ട് സുഖമായില്ല എന്ന് പറയും. ഇനി ആ പോർഷൻസ് എല്ലാം സെക്കൻഡ് ഹാഫിലാണ് വെക്കുന്നതെങ്കിൽ പുറത്തിറങ്ങുന്ന എല്ലാവരും പറയും ഫസ്റ്റ് ഹാഫ് നല്ലോണം വലിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് സൂപ്പറായിട്ടുണ്ട് എന്ന് പറയും. എനിക്ക് തോന്നുന്നു അങ്ങനെ പറയിപ്പിക്കുന്നതിന് പകരം ഇവരിങ്ങനെ പതുക്കെ ടീസ് ചെയ്ത്, അതായത് നിലവിലെ കേരള രാഷ്ട്രീയ സാഹചര്യമൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ കൂടെ പാരലലി ഇങ്ങനൊരു സംഭവം കൂടി ബിൽഡ് ചെയ്തുകൊണ്ട് വന്നിട്ട് ആ ഒരു പാസ്റ്റും പ്രസൻറ്റും ആയിട്ടുള്ള മാറ്റിയുള്ള ഒരു രീതിയിൽ കഥ പറഞ്ഞു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പോൾ കുറേം കൂടി എൻഗേജിങ് ആയിരിക്കും. മാത്രമല്ല ഈ സിനിമയുടെ ഒരു വിഷ്വലിൽ അവർ കളറിങ്ങിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളും പിന്നെ മ്യൂസിക്കിൽ വരുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രശാന്ത് നീൽ സ്കൂൾ ഓഫ് പരിപാടി എനിക്ക് എവിടെയൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. സലാറും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം പാസ്റ്റിൽ അയാൾ എന്തായിരുന്നു എന്നുള്ളതും അയാളുടെ റിയൽ ഐഡൻറ്റിറ്റിയും അതുപോലെ പ്രസൻറ്റിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ കൊണ്ടും കൊടുത്തും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകല്ലേ. അത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡാണ്. ആ ഒരു മെത്തേഡ് സ്വീകരിക്കാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. എങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ നമ്മളെ സിനിമയിലുടനീളം പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരുപാട് ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയായിരിക്കും എമ്പുരാൻ ഒരുങ്ങുന്നുണ്ടാവുക. ഈ ഒരു ടീസറിൽ ഞാൻ പറഞ്ഞല്ലോ ഡീകോഡ് ചെയ്ത് നമുക്കൊരു എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ പോലെയെങ്കിലും പറയാനുള്ള അത്ര എലമെൻറ്റുകൾ വന്നിട്ടില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് തോന്നി, അത് നിങ്ങളോട് പറയാമെന്നുള്ളതും ഇതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് എങ്ങനെയായിരിക്കും എന്നൊന്ന് ഡിസ്കസ് ചെയ്യണമെന്നും തോന്നി. അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ട്രെയിലറൊക്കെ വരാനുണ്ടല്ലോ, കൂടുതൽ അപ്ഡേറ്റ്സ്, 10-16 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു ഫോട്ടോസൊക്കെ പുറത്ത് വരും, എന്തായാലും അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ വരും. അതൊക്കെ വരുമ്പോൾ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നും അത് വരും ദിവസങ്ങളിൽ അപ്ഡേറ്റായി നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.